പടം കണ്ടവർക്കെല്ലാം ഇഷ്ടപ്പെട്ടോ? സന്തോഷം. എല്ലാരും കാണാൻ വന്നതിന് സന്തോഷം. ഞാൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കും. സിങ്ക്രോണിസിറ്റിനെ കുറിച്ച്, സെൽഫ് കോൺഫിഡൻസ് എല്ലാം മനസ്സിലായല്ലോ അല്ലേ? ബാക്കിയുള്ള സാറ് പറയും. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം ഉണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചാൽ മതി. പിന്നെ കലേഷ് പറയും. സിനിമയിൽ പറഞ്ഞ കലേഷ ഇല്ല, പുതുമ സംവിധായകന്റെ സംവിധായകനോട് ചോദിക്കല്ല, അത് ആർട്ടിസ്റ്റോട് ചോദിക്കാം. നിങ്ങൾക്ക് ആർക്കും ഒന്നും ചോദിക്കില്ല. എടാ എന്നോടാണോ? ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും. ആർക്കെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ മുഖം പറയുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഈ സിനിമ എൻജോയ് ചെയ്തു, ഒപ്പം മനസ്സിലാക്കി. ഇതെന്ന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഭാവിയിൽ. അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പറയാൻ എനിക്കറിയില്ല, പക്ഷെ അത് തീർച്ചയായിട്ടും അത് എല്ലാവർക്കും ഒരു പറയുന്ന ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള സംഭവം തന്നെയാണ്. പലപ്പോഴും നിങ്ങളിത് ഹെൽപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും ഇന്ന് വിനീതമായി നന്ദി, നമസ്കാരം. എന്താ പറയണ്ടേ? നന്ദി. നിന്നോട് പറയാം. അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ അതെ. അല്ല, അത് ഇതുവരെ വെള്ളിയാഴ്ച ഇറങ്ങിയതല്ലോ. അപ്പം വെള്ളിയാഴ്ച നമ്മൾ കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് വരണം. അപ്പം സാർ ഇങ്ങനൊരു കോൺസെപ്റ്റിലൊരു കഥ പറയുമ്പോൾ അത് സാർ ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ ഇങ്ങനൊരു കഥ പറയാം, അതൊരു ഭയങ്കര ഒരു ഡെയറിങ് അറ്റംപ്റ്റ് ആണ് എല്ലാ രീതിയിലും. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെയൊക്കെ വന്നിട്ടുണ്ടെന്ന് കാണുമ്പോഴും അതിന്റെ റെസ്പോൺസ് വരുമ്പോഴൊക്കെ സന്തോഷം. അപ്പം വരും ആഴ്ച കുറച്ചുകൂടെ ആൾക്കാർ ഇവിടെ മൊത്തോടെ ഒക്കെ അറിഞ്ഞ് കുറച്ചുകൂടെ ആൾക്കാർ വരട്ടെ. സിനിമ ഇനിയും എന്തായാലും നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള റെസ്പോൺസ് ഒന്നുമില്ല. നമുക്ക് എല്ലാം ബെറ്റർ, ഗുഡ് അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ ഹാപ്പി. ഈ സിനിമയിൽ ഒരു വിജയം ഉണ്ടല്ലോ, ഇതേ ട്രാക്ക് ഇനി ധ്യാൻ ശ്രീനിവാസൻ മറ്റു സിനിമകളിലേക്കും എത്തിക്കും. അതായത് ഇങ്ങനത്തെ ഒരു സബ്ജക്ട് എന്റെ ഇതിന് മുന്നേയുള്ള ഇന്റർവ്യൂ ഒക്കെ കണ്ടാൽ മതി. ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നാട്ടിലല്ലായിരുന്നോ? പുതിയ ആളാണ് ഇവിടെ, പുതിയ ആളാണല്ലേ? ഒരു ലെജൻഡ് ഡയറക്ടർ കൂടെയാണ് കൈകോർത്തൊരു വിജയം സമ്മാനിച്ചു. നീ ഇത്ര ബേസ് ഉണ്ടായിരുന്നു നിന്റെ ശബ്ദത്തിന്. അപ്പം എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞു ഒരു വിജയം കൈവരിച്ച ശേഷമുള്ള ഒരു മനസ്സിൽ എന്താണ് തോന്നുന്നത്? അല്ല, ഇത് സാറിന്റെ സ്ഥിരം ഫോർമുലയിലുള്ള ഒരു മാസി അല്ലെങ്കിൽ ഭയങ്കര ആൾക്കാരെ എന്താ പറയണ്ടത്, മറ്റേ ഗൂസ് ബം മൊമെന്റ്സ് ഉള്ള അങ്ങനെ ഒരു സിനിമയല്ല. ഇത് കുറച്ചുകൂടെ സാറൊരു കഥ പറയാൻ ആഗ്രഹിച്ചു. സാറിന്റെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥ പറയാൻ ആഗ്രഹിച്ചു. ആ കഥ കൊണ്ട് അതിന്റെ ഒരു സിനിമയ്ക്ക് ഒരു പർപ്പസ് ഉണ്ടാവും. ആ പർപ്പസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ പറയുന്ന വിഷയങ്ങൾ സാറ് വ്യക്തമായിട്ട് സിനിമയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് സാറ് പറയാൻ ആഗ്രഹിച്ചു, അത് വ്യക്തമായിട്ട് പറയുന്നത്. അതൊരു സാറിന് സ്ഥിരം ഫോർമുലയിൽ വരാത്ത ഒരു നറേറ്റീവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ്, ഒരു സബ്ജക്ട്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അത് സാറിന് വേണമെങ്കിൽ ഭയങ്കര സേഫ് സോണിലുള്ള സാറിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസിൽ നിൽക്കുന്ന സിനിമ വെച്ചിട്ട് ഒരു ഡെബ്യൂട്ട് ആണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ സാറ് ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്തു, അത് പിക്ക് ചെയ്തു. അതിന് തന്നെ നമ്മൾ ഒരു എന്താ പറയണ്ടേ, അങ്ങനെ ഒരു അറ്റംപ്റ്റിനാണ് നമ്മൾ ഡെഫിനറ്റ്ലി എക്സ്പെരിമെന്റിൽ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അറ്റംപ്റ്റിന് തന്നെ നമ്മൾ ഫുൾ മാർക്കാണ്. പിന്നെ നടൻ ധ്യാനായി മാറി, അതിലൊരു ഭയങ്കര സംഭവം. അത് നിനക്കൊരു സംഭവമായിരിക്കും, എനിക്കതൊരു സംഭവമില്ല. കഴിഞ്ഞ ഞാൻ മിനിസ്റ്റേഴ്സിന്റെ പടത്തില്, വലിയ വലിയ ആൾക്കാരുടെ പടത്തിലല്ലേ ഞാൻ അഭിനയിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഗംഭീര ഒരു ഇൻട്രോ തന്നെ എന്താ അത് കണ്ടപ്പോ എന്താ തോന്നിയ? ഏതാ? ഞാൻ തിയേറ്ററിൽ പടം ഇന്റർവ്യൂലോ അല്ലല്ല, സിനിമയില് ഒരു ഇൻട്രോ ഉണ്ട്, ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു ആദ്യം നമ്മൾ കാണുന്നത്. അപ്പൊ അത് കണ്ടായിരുന്നോ? സീൻ കണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഡബ് ചെയ്ത സമയത്ത് കണ്ടത്, എനിക്ക് ഓർമ്മയില്ല വലുതായിട്ട്. ആരോടെ? നീ ആരാ?
ഇത് രാജാവോ ആരെവിടെ? അന്ധവിശ്വാസങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും അത് വരുന്നുണ്ടല്ലോ. അപ്പൊ ധ്യാൻ ശ്രീനിവാസൻ ഇത്തരം വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഞാൻ ഇവിടെ പറയേണ്ട കാര്യം, ഞാൻ നിന്നോട് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്റെ വിശ്വാസങ്ങളെ കുറിച്ച്. അല്ല, ഈ സിനിമ പറയുന്ന ഒരു ആശയമുണ്ട് ഈ അന്ധവിശ്വാസം. ഇതിനാണ് ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾ അന്ധവിശ്വാസമാണെങ്കിലും ഏതൊരു പ്രവചനമാണെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ പറ്റും. അതാണ് ഈ സിനിമ പറയുന്നത്. ആ ഒരു പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഫുൾ നെഗറ്റിവിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നെഗറ്റിവിറ്റിയുടെ നടുവിൽ നിങ്ങൾക്ക് പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എന്തും മറികടക്കാം. അത്രേ ഉള്ളൂ. ഞാൻ മറികടക്കുന്ന പോലെ ഒരു സിനിമ. താങ്ക് യു.